ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് പ്രായമായ അച്ഛനെയും അമ്മയെയും. അതായത് നമ്മുടെ അച്ഛൻ മരിച്ചിട്ടുള്ള അമ്മ, അതായത് വിധവയായ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ അമ്മയും, അതുപോലെ ഭാര്യ മരിച്ചിട്ടുള്ള ഒരു വിഡോവർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ആരെങ്കിലും പ്രായമായ കാലത്ത് അല്ലെങ്കിൽ വയസ്സുകാലത്ത് അമ്മ അച്ഛനും ഒറ്റയ്ക്കാവണ്ട, അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കാവണ്ട, അല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കാവണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു കാഴ്ച അല്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം ഒറ്റപ്പെട്ട് ജീവിതത്തിൽ ജീവിക്കുന്നതിനേക്കാളും നമ്മൾ ഒരാൾ നമുക്ക് താങ്ങും തണലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ്. നമുക്ക് ആ ഒറ്റപ്പെടലിൽ നിന്നും അല്ലെങ്കിൽ ഏകാന്തതയിൽ നിന്നും നമുക്കൊരു മാറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ അത് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യ വിവാഹമാണെങ്കിൽ പോലും നമുക്ക് നമ്മളോട് കരുതലും സ്നേഹവും, അല്ലെങ്കിൽ നമ്മളോടൊക്കെ എന്തും ഒരടിമയെ പോലെ, ഭാര്യയെ ഒരു അടിമയെ പോലെ കാണാതെ, അല്ലെങ്കിൽ ഭാര്യ വെറും ഒരു വേലക്കാരി എന്ന രീതിയിൽ കാണാത്ത ഭർത്താവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആദ്യ വിവാഹത്തിലും നമുക്ക് സന്തോഷം സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. അതിപ്പോൾ ആദ്യമാണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പെരുമാറാത്തൊരു വ്യക്തി, അതായത് തൻ്റെ കാര്യങ്ങൾക്ക് തൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം നടപ്പിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഭർത്താവായിട്ട് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് വിവാഹ ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ മുന്നേ നിങ്ങളോട് പങ്കുവെച്ച പോലെ എന്ത് പ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കത് സന്തോഷകരമായ ഒരു ജീവിതമാവില്ല. ഇനിയിപ്പോൾ ദാമ്പത്യ ജീവിതം എന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് സമാധാനമായ ഒരു ജീവിതം, നമുക്ക് എന്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ, നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ എന്ത് സന്തോഷമുള്ള കാര്യം പറയാനും എന്ത് വിഷമമുള്ള കാര്യം പറയാനും ഒരാൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഉള്ളത് ഏറ്റവും നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരാളെ അപ്പം അങ്ങനെ കൂടെ നിർത്തി താമസിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ വിവാഹം കഴിച്ചതിന് നമുക്കൊരു വ്യക്തിനെ സപ്പോർട്ടായിട്ട് വേണം എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സപ്പോർട്ടുള്ളൂ. ഇല്ലെങ്കിൽ അത് ശരിക്കും ഒരു ദുരിതപൂർണ്ണം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് കണ്ടപ്പോൾ എനിക്കിത് നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ പറയുകയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ജീവിതത്തിൽ അല്ലേ. അപ്പോൾ ചിലർ നമ്മൾ പറയും സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് പ്രകടിപ്പിക്കണം, ഇല്ല ചിലപ്പോൾ സ്നേഹം ഉണ്ട് ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. അതിനോട് ഞാനും യോജിക്കുന്നു. കാരണം നമ്മളോട് സ്നേഹം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, എത്ര കാലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചിരിക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളോട് സ്നേഹമായി അല്ലെങ്കിൽ കരുതലോട് കൂടി പെരുമാറുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ജീവിതത്തിൽ സമാധാനം സന്തോഷം എന്ന് മാത്രമല്ല ആ വ്യക്തിയെ നമുക്ക് ഒരുപാട് സ്നേഹിക്കാനും കഴിയുള്ളൂ അല്ലേ. നമ്മളോട് അങ്ങനെ പെരുമാറാത്ത, ഏത് നേരം കടിച്ചു കീറാൻ വരുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് ചൂടായിട്ട് സംസാരിക്കുന്ന, എന്തിനും നമ്മൾ അടിമയെ പോലെ കാണുന്ന, അല്ലെങ്കിൽ എന്തും ഒരു വേലക്കാരി മാത്രം, ശമ്പളമില്ലാത്തൊരു വേലക്കാരി എന്ന രീതിയിൽ നമ്മളോട് പെരുമാറുക വെച്ചാൽ ആ വ്യക്തിയോട് നമുക്ക് എത്രയായാലും ഭർത്താവാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അച്ഛനാണ് എന്നുള്ളൊരു കരുതലല്ലാതെ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയില്ല കേട്ടോ. അതിപ്പോൾ എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കല്യാണം കഴിച്ചില്ലേ മക്കളായില്ലേ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ജീവിച്ച് പോകുക എന്ന് മാത്രം. അത് ഒരുപാട് നമ്മൾ അനുഭവിച്ച് ആ അനുഭവത്തിൽ കൂടെ അങ്ങനെ പോകുക എന്നല്ലാതെ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ സന്തോഷം കൊണ്ടോ ഉള്ള ജീവിതം ആയിരിക്കില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കല്യാണമാണെന്നുണ്ടെങ്കിലും രണ്ടാമത്തെ കല്യാണമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു, 2-3 ദിവസമായിട്ടൊന്ന് കണ്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ അവർ പ്രായമായി, അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായി, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഇവരുടേതായ ജീവിത വഴികളിലൂടെ പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് താമസിക്കേണ്ട അല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് താമസിക്കേണ്ട എന്ന് കരുതിയിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വിവാഹം കഴിപ്പിക്കുമ്പോൾ നമുക്ക് ചക്ക നല്ലല്ലോ ചൂ നോക്കാനായിട്ട് നമ്മൾ ചെറുപ്പകാലത്താണെങ്കിലും പ്രായമായിട്ടാണെന്നുണ്ടെങ്കിലും ഏതൊരു വ്യക്തി, അപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുരുഷന്മാർ മാത്രമാണ് ഉപദ്രവകാരികളുള്ളൂ എന്ന് ഞാൻ പറയണില്ല, സ്ത്രീകളും അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നല്ലൊരു സ്ത്രീനെ ഭാര്യയായി കിട്ടിയാൽ മാത്രമാണ് ഒരു പുരുഷൻ്റെ ജീവിതം സന്തോഷവും സമാധാനം നിറഞ്ഞതാവുള്ളൂ. നല്ലൊരു പുരുഷനെ ഭർത്താവായി കിട്ടിയാലാണ് ഒരു സ്ത്രീക്ക് ആ സ്ത്രീയുടെ ജീവിതം സന്തോഷവും സമാധാനമായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മൾ പറയുന്നതെല്ലാം അംഗീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ജീവിതത്തിൽ നമുക്ക് ഒരു സപ്പോർട്ട്, താങ്ങും തണലും കരുതലും സ്നേഹവും എല്ലാം കിട്ടുമ്പോൾ അതങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ.
അപ്പോൾ ചിലവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിപ്പോൾ ഒന്നാമത്തെ വിവാഹമാണെങ്കിൽ പോലും പലരും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ പലരായിട്ട് പരിചയപ്പെട്ടു, അല്ലെങ്കിൽ പല വീടുകളിൽ നമ്മൾ പോയി അങ്ങനെ, അല്ലെങ്കിൽ പല വ്യക്തികളെ നമ്മൾ കാണുമല്ലോ, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല വ്യക്തികളെ കാണും. അങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. കാരണം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് മാത്രം കറിയുക. ഇപ്പോൾ നമ്മളും ഒരു പരിധിവരെയൊക്കെ അങ്ങനെയാണ്. നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും എന്താണ് ഇഷ്ടച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോ ഇഷ്ടമുണ്ടാവില്ല. ഒരു കറി, ചുരുക്കം ഒരു കറിയുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കും, നമുക്കൊരാൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കേണ്ട വെച്ചിട്ട് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഒരു യാത്രയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളുടെയും ഭർത്താവിൻ്റെയും അഭിപ്രായം അനുസരിച്ച് നമ്മൾ പോവും. ചിലപ്പോൾ നമ്മുടെ അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല കേട്ടോ അവിടെ. എന്നാലും ചിലപ്പോൾ ചിലവർക്ക് അഭിപ്രായം പറയാനായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടാവും. അങ്ങനെ പോകുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഭക്ഷണ രീതിയിൽ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം മാത്രമേ എൻ്റെ ഭാര്യയും മക്കളും കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധിയോടുള്ള പുരുഷന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ആ രീതിയിൽ കൂടെ പെരുമാറാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ചിലവരുണ്ട് ആരോഗ്യം വളരെ ശ്രദ്ധാപൂർവം ആരോഗ്യം നോക്കണവർ, പല രീതിയിലുള്ള ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഡയറ്റും അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പോലും ഇഷ്ടമില്ലാത്തപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ചില രീതിയിലൊക്കെ നമ്മൾ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്താറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിയാണ്. എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് പിന്നെ ഇപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നേരമില്ല. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ഓടി പോകേണ്ട അവസ്ഥകളിലാവുമ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് രോഗങ്ങൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മണ്ണും വിണ്ണും മനുഷ്യനും എല്ലാം മാറ്റങ്ങളാണ്, നമ്മുടെ ഭക്ഷണം അടക്കം മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്കങ്ങനെ. അപ്പം മില്ലറ്റുകളുടെ കഞ്ഞി അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കും. അപ്പോൾ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് വെച്ചിട്ട് കാര്യമില്ല. രണ്ടിലും ഷുഗറിൻ്റെ ഇത് അത്ര വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ കൂടും, ഗോതമ്പ് കൊണ്ടുള്ളതാകുമ്പോൾ മെല്ലെയാണ്, എന്നാലും ഷുഗർ കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല നമ്മൾ നോക്കണില്ല. നമ്മൾ ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ദിവസം കഴിച്ചില്ലെങ്കിലും ചിലപ്പോൾ 2-3 ദിവസമൊക്കെ അങ്ങനെ കഴിച്ചു, 3-4ാമത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. അങ്ങനെയാണെങ്കിൽ പോലും കുഴപ്പമില്ല അല്ലേ. അല്ലാതെ ദിവസം ഇതന്നെ അടിച്ചമർത്തി നമ്മളോട് തന്നെ കഴിക്കണം നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കോഴിമുട്ട എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഞാൻ പുഴുങ്ങിയിട്ടായിക്കോട്ടെ, ബുൾസൈ ആയിക്കോട്ടെ, ഓംലെറ്റ് ആയിക്കോട്ടെ, ഏത് രീതിയിൽ വേണമെങ്കിൽ ഞാൻ കഴിക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ആവില്ല വേറൊരു വ്യക്തിക്ക് അല്ലേ. ചിലവർക്ക് ആ മുട്ടയുടെ മണം പോലും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ബുൾസൈ ആയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് അവർ മറിച്ചിട്ടിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അല്ലേ. അപ്പോൾ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം. 3ാമത്തെ ദിവസം വീണ്ടും അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഭക്ഷണ രീതിയിൽ കടുംപിടുത്തം പിടിക്കരുത്. ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ഞാൻ കഴിക്കുന്നത് മാത്രം നീ കഴിക്കാവൂ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് നല്ലതല്ല, സ്നാക്സ് വേറെ, ചോറ് നല്ലതല്ല, അങ്ങനത്തെ കാര്യങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധ ബുദ്ധി പിടിക്കരുത്. ആഴ്ചയിൽ 1-2 ദിവസം ചോറ് കഴിച്ചോട്ടെ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അവനവന് വേണ്ടത് കഴിച്ചോട്ടെ എന്ന് ചിന്തിക്കണം അല്ലേ. അപ്പം അത് 60ാം വയസ്സിലെ കല്യാണമോ അല്ലെങ്കിൽ 2ാം വിവാഹമോ ഇതൊന്നും ഇതിന് ബാധകമല്ല. 1ാമത്തെ കല്യാണമാണെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ നമ്മളതിനെ ഇതുപോലെ അടിച്ചമർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അത് വേറൊരു വിവാഹം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രായമായിട്ട് വിവാഹം കഴിക്കുന്നത് കൊണ്ടോ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമായി ഈ വെറുതെ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ പോരെ, അല്ലെങ്കിൽ അങ്ങനെ നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ പ്രായമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഒരു ഏകാന്തതയ്ക്ക് ഒരു കൂട്ട്, അല്ലെങ്കിൽ മക്കൾക്ക് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അല്ലേ. ഭർത്താവ് മരിച്ചു എന്ന് അപ്പോൾ ആ ഭാര്യ എത്രയും കാലം ഒറ്റയ്ക്ക് മക്കളെ നോക്കിയിട്ട് ജീവിച്ചില്ലേ, ഇനി മക്കളെ നോക്കിയിട്ട് ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ആ ഇഷ്ടങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കണില്ല. ചിലവർക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലവർക്ക് മക്കളും പേരക്കുട്ടികളും കൂടെ താമസിക്കുന്ന താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറയും. ഒരുപാട് എനിക്ക് തോന്നുന്നു കുറേ അധികം പേര് ഇപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം മക്കളും വേണ്ട, കുട്ടികളും വേണ്ട, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചോട്ടെ. അതായത് മകനാണെങ്കിൽ പോലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മകനും ഭാര്യയും കൂടി വേറെ പോയി താമസിച്ചോട്ടെ, പേരക്കുട്ടികളും മക്കളും വേറെ പോയി താമസിച്ചോട്ടെ, എനിക്ക് ഒറ്റയ്ക്ക് ഇഷ്ടം എന്നുള്ളത് ചിന്തിച്ചിട്ട് ജീവിക്കുന്നവരും ഒരുപാടുണ്ട് കേട്ടോ. അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വാതന്ത്ര്യം കളയാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അതല്ല എനിക്ക് മക്കളോടൊത്ത് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കാനാണ് താല്പര്യം എന്ന് ചിന്തിച്ച് അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എനിക്കുള്ള ഇഷ്ടമായില്ലേ മറ്റൊരാൾക്ക് ഇഷ്ടമുണ്ടാവില്ല.
ഉണ്ടാവുക, മറ്റൊരാളുടെ ഇഷ്ടമാവില്ല എൻ്റെ ഇഷ്ടം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ, അവർക്ക് അവരവരുടേതായ ചിന്താഗതികളിൽ രൂപം കൊള്ളുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള വിവാഹമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, പ്രായമായിട്ട് നമ്മളൊരു എന്താ പറയുക, നമുക്കൊരാളെ ഏകാന്തതയ്ക്ക് ഒരു കൂട്ടെന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടാമതൊരു വിവാഹം കഴിക്കുകയാണ്, അല്ലെങ്കിൽ മൂന്നാമതൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ വിവാഹമാണെങ്കിൽ പോലും ഏത് വിവാഹമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് തലയിൽ വരച്ച യോഗം എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്കത് എത്ര നമ്മൾ സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ച് ജീവിച്ചതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളിൽ നമ്മൾ ജീവിച്ചതാണെന്നുണ്ടെങ്കിലും അത് കിട്ടാൻ നമുക്ക് യോഗം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലതായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതിന് രണ്ടാം വിവാഹം മൂന്നാം വിവാഹം ഒന്നുമില്ല, പ്രായമായ സമയത്തുള്ള വിവാഹം എന്നില്ല, ഒന്നാം വിവാഹം തന്നെ. എത്ര പേർക്ക് നമ്മൾ അനുഭവങ്ങളിലൂടെ കഴിച്ചു പോയില്ലേ വെച്ചിട്ട് ജീവിച്ചു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ അത് ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് ജീവിച്ചു പോകുന്നവരുണ്ട്. ചിലപ്പോൾ ഒന്നാമത്തെ വിവാഹം അങ്ങനെയായിട്ട് രണ്ടാമത്തെ വിവാഹം കഴിക്കുമ്പോൾ അത് അതിനേക്കാൾ നരകപൂർണ്ണമായിട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലേ. പണ്ടുള്ളവർ പറയും എരി ചട്ടിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാം വിവാഹം കഴിച്ചിട്ട് അത്രയും ഗതി കെട്ട് ജീവിക്കുന്നവർ ചിലപ്പോൾ എന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, ഇവൾക്ക് തന്നെയാണോ പണി എന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെ പറയും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിച്ചിട്ട് അതിനോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. തീരുമാനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ആകുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ നന്നായിട്ട് ചിരിച്ച് സന്തോഷമാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ചു പോവും. പക്ഷേ ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ അത് ഇട്ടെറിഞ്ഞു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട് അല്ലേ. അപ്പോൾ എന്താ കാര്യം, അല്ലെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ ആ സ്ത്രീക്ക് അനുഭവിക്കുമ്പോൾ അനുഭവിച്ചവർക്കാണ് അതിനെക്കുറിച്ച് അറിയുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ചിലപ്പോൾ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളോട് കൂടി ജീവിക്കുന്നതായിരിക്കും താല്പര്യം, അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്, രോഗാവസ്ഥയിലുള്ള ഭർത്താക്കന്മാർ, അതായത് ഇങ്ങനത്തെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ ജീവിച്ചു പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരും ചിലപ്പോൾ ഇട്ടെറിഞ്ഞു പോകാൻ അവർക്ക് തോന്നാതെയല്ല, മനസ്സുകൊണ്ട് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ടാകും. പക്ഷേ അവർ സമൂഹത്തെ ഭയന്ന്, അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ സ്ഥിതി ആലോചിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് അവിടെ പിടിച്ചു നിന്ന് പോകുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നത് കൊണ്ടായിരിക്കും പലരും പല രീതിയിലാണ് എടുക്കുക. നമ്മൾ ചിലപ്പോൾ നല്ല സന്തോഷമായിട്ടായിരിക്കും പറയുണ്ടാവുക, പക്ഷെ അത് മറ്റൊരു വ്യക്തി ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു വ്യക്തി ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ അവർ സന്തോഷപൂർണ്ണമായിട്ടായിരിക്കും അങ്ങനെ ജീവിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അടിച്ചേൽപ്പിക്കലൊന്നും ആയിരിക്കില്ല, പക്ഷെ അടിച്ചേൽപ്പിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും. പിന്നെ ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അത് നമ്മൾക്ക് അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം വിവാഹം ആണെങ്കിൽ പോലും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഭാര്യമാർ അല്ലെങ്കിൽ അമ്മമാരുണ്ട്. പിന്നെ അതെന്തോ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ സ്വയം ഹിരിഞ്ഞടങ്ങി ജീവിച്ചു പോവുകയാണ്. അവർക്ക് നേരം വെളുക്കണു വൈകണു അത്ര മാത്രമേ ഉള്ളൂ, എന്നും പണികളായിരിക്കാം. ഭർത്താവിൻ്റെ ഒരു സ്നേഹമോ കരുതലോ ഒന്നും അവർക്ക് കിട്ടില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു അടിമ പോലെ അല്ലെങ്കിൽ ശരിക്കും ഒരു ശമ്പളമില്ലാത്ത വേലക്കാരിയെ പോലെ ആയിരിക്കും അവരുടെ ജീവിതം. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വാതന്ത്ര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ജീവിതങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ രണ്ടാം വിവാഹം ആയതുകൊണ്ടോ പ്രായമായി വിവാഹം കഴിച്ചത് കൊണ്ടോ മാത്രമല്ല, ഒന്നാം വിവാഹത്തിൽ നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നേരം ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. കുടിയന്മാരായ ഭർത്താക്കന്മാർ അങ്ങനെയല്ലേ, നമ്മൾ എന്തൊക്കെ വിഭവങ്ങൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാലും അത് നേരം കഴിക്കാൻ സമ്മതിക്കാതെ അതെടുത്ത് വലിച്ചെറിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കിയാലും അത് നോക്കിയിരിക്കാനേ ഗതി ഉണ്ടാവുള്ളൂ, ഒരു നേരം ഭക്ഷണം കഴിക്കാതെ എത്ര പേർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ യോഗ ഉണ്ട്. എന്താ യോഗ അത് അനുഭവിച്ചേ തീരുള്ളൂ. അതിൽ നമുക്ക് വേറൊരു മാറ്റങ്ങൾ വരാനായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. ബൈ, സി യു.